ഹായ്, എസ് എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, സാധാരണ ഒരു പെൺകുട്ടിയേക്കാൾ കൂടുതൽ റിജക്ഷൻ ഉണ്ടാവുക ആൺകുട്ടികൾക്കാണ് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഒരു ആൺകുട്ടി പെൺകുട്ടിയോട് പോയി ഇഷ്ടമാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും അവിടെ റിജക്ഷൻ നേരിടാറുണ്ട്. ഇഷ്ടമല്ല എന്നുള്ളത് അവർ മുഖത്തടിച്ച് പോലെ പറയാറുണ്ട് എന്നുള്ളതാണ്. പക്ഷേ നേരെ ഓപ്പോസിറ്റ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു പെൺകുട്ടി ആൺകുട്ടിയോടാണ് പോയിട്ട് ഇഷ്ടമാണെന്ന് പറയുന്നതെന്നുണ്ടെങ്കിൽ അവർ മിക്ക ആളുകളും എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇഷ്ടമല്ല എന്നുള്ളത് പറയാറില്ല. അതായത് ഒരു റിജക്ഷൻ അവിടെ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ പിന്നീട് അങ്ങോട്ട് അവർ ഇഷ്ടത്തിലാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ മെല്ലെ മെല്ലെ ഇഷ്ടമല്ല എന്നുള്ളതൊക്കെ അറിയിക്കാറുണ്ട് എന്നേ മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഒറ്റയടിക്കൊന്നും മിക്ക ആൺകുട്ടികളും ഇത്തരത്തിൽ ഇഷ്ടമല്ല എന്ന് പറയാറില്ല. അപ്പൊ ഇവിടെ ഇങ്ങനെ ആൺകുട്ടികൾ പെൺകുട്ടികളോട് പോയി ഇഷ്ടമാണെന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞത് റിജക്ഷൻ ഒക്കെ സംഭവിക്കാറുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെയല്ല, അവർ പ്രണയത്തിലാവുകയാണെന്ന് തന്നെ ഇരിക്കട്ടെ. അപ്പോൾ ഇങ്ങനെ ഒരു ആൺകുട്ടി പെൺകുട്ടിയുമായി പ്രണയത്തിലാവുന്നതിന് ഒരു 7 സ്റ്റെപ്പുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഈ ഒരു 7 സ്റ്റെപ്പിലൂടെയാണ് ഒരു ആൺകുട്ടി പെൺകുട്ടിയിൽ അട്രാക്റ്റഡ് ആവുന്നതും അവർ പ്രണയത്തിലാവുന്നതും. അപ്പൊ ഞാൻ ആ 7 സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്ന് പറയുന്നത്. ചിലപ്പോൾ ഞാൻ ഈ പറയുന്ന ഏതെങ്കിലും ഒരു സ്റ്റേജിലായിരിക്കും ഇപ്പൊ നിൽക്കുന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക ഏത് സ്റ്റേജിലാണ് നിങ്ങൾ ഉള്ളത്, അല്ലെങ്കിൽ ഇനി ഏതൊക്കെ സ്റ്റേജ് കടക്കാനുണ്ട് എന്നുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ 7 സ്റ്റേജസ് എന്നുള്ളത്. നമ്മുടെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒന്നാമതായിട്ട് ആൺകുട്ടികൾ ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ അപ്പിയറൻസ് നോക്കും എന്നുള്ളതാണ്. അതായത് എല്ലാ ആൺകുട്ടികളും അങ്ങനെയാണ്. ഒരു പെൺകുട്ടിയെ കാണുന്ന സമയത്ത് അവരെ ടോട്ടൽ കാണാൻ എങ്ങനെയുണ്ട്, ലുക്ക് ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റ് ആയിട്ട് നോക്കുക എന്നുള്ളത്. ശരിയാണ്, ഈ ഒരു ഫിസിക്കൽ അപ്പിയറൻസിന് പ്രണയത്തിൽ അത്ര വലിയ പ്രാധാന്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിൽ പ്രാധാന്യമില്ല, ചെറിയ രീതിയിൽ ഉണ്ട് താനും, അങ്ങനെ തന്നെയാണ്. പക്ഷെ നമുക്ക് വേണ്ടത് ഇമോഷണൽ അറ്റാച്ച്മെന്റും കാര്യങ്ങളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ പോലും ആൺകുട്ടികൾ എല്ലാവരും ഈ പറയുന്ന പോലെ ഒരു പെൺകുട്ടിയെ കാണുന്ന സമയത്ത് അവരുടെ ഫിസിക്കൽ അപ്പിയറൻസ് തന്നെയാണ് നോക്കാറുള്ളത്. കാണാൻ എങ്ങനെയുണ്ട്, ഭംഗിയുണ്ടോ, ആളെ ലുക്ക് ഉണ്ടോ, കാണാൻ കൊള്ളാവോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നോക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇപ്പൊ നമ്മൾ പലരെയും കാണാറുണ്ട്. നമ്മളിപ്പോൾ ഒരു സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം ആണെന്ന് തന്നെ ഇരിക്കട്ടെ, അപ്പൊ നമ്മളത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ 2 മിനിറ്റ് നോക്കിയിരിക്കും. കാരണം നല്ല ഭംഗിയുണ്ട് കാണാൻ, അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചു നേരം നോക്കിയിരിക്കും എന്നുള്ളതാണ്. ഇതിപ്പോൾ ആൺകുട്ടികളെന്ന് മാത്രമല്ല പെൺകുട്ടികൾ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആൺകുട്ടികളുടെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ, സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഫിസിക്കൽ അപ്പിയറൻസ് നോക്കും എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് പ്രപ്പോസ് ചെയ്യുന്ന ആ ഒരു സ്റ്റേജ് ആണ്. അതായത് ഇവര് ഡയറക്റ്റ് ആയിട്ട് ചെന്നത് ചിലപ്പോൾ പ്രപ്പോസ് ചെയ്യും. അതുപോലെ ചിലർ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് പ്രപ്പോസ് ചെയ്യുന്നതിന് പകരമായിട്ട് ഇവരുടെ ഹോബീസും കാര്യങ്ങളും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് മെല്ലെ മെല്ലെ പ്രപ്പോസ് ചെയ്യുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്രപ്പോസ് ചെയ്യുന്ന ആ ഒരു സ്റ്റേജ് ആണ്. ഇതിനു മുമ്പുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. പിന്നെ നമ്മൾ പ്രപ്പോസ് ചെയ്യുന്നതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇവിടെ ചിലർക്കൊക്കെ ഈ ഒരു റിജക്ഷൻ നേരിടാറുണ്ട്. അതായത് പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ പലപ്പോഴും ഇഷ്ടമല്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഈ ഒരു ടൈമിൽ അത് റിജക്ട് ചെയ്യപ്പെട്ടാൽ പോലും അത്ര വലിയ രീതിയിലുള്ള ആഘാതങ്ങളൊന്നും ഉണ്ടാക്കാറില്ല എന്നുള്ളതാണ്. കാരണം വലിയ രീതിയിൽ നമ്മൾ അവരുമായിട്ട് പ്രണയത്തിലൊന്നും ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവരിഷ്ടമല്ല എന്ന് പറയുന്ന സമയത്ത് നമുക്ക് വലിയ നഷ്ടബോധമൊന്നും തോന്നാനുള്ള സാധ്യതയില്ല. നമുക്ക് മീൻസ് ആൺകുട്ടികൾക്ക് വലിയ രീതിയിലുള്ള ഒരു വിഷമവും കാര്യങ്ങളൊന്നും ഈ ഒരു സ്റ്റേജിൽ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇവർ പോയി പ്രപ്പോസ് ചെയ്യുന്ന ആ ഒരു സ്റ്റേജ് ആണ്. ഇപ്പൊ പ്രപ്പോസ് ചെയ്യുന്നതിൽ പല രീതിയിലും ഉണ്ട്. അതായത് ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇവർ പറയാം. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുത്ത് അവരുമായി നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷനൊക്കെ നടത്തി സംസാരിച്ച് ഹോബീസും കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്തതിന് ശേഷം ഇഷ്ടമാണെന്ന് പറയുന്നവരുണ്ട്. പക്ഷേ ഈ ഒരു ഇഷ്ടമാണെന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് കേട്ടോ. അതായത് ഇങ്ങനെ പറയാൻ പോകുന്ന സമയത്ത് മിക്ക പയ്യന്മാരുടെ ഇങ്ങനെ ഹാർട്ട് ബീറ്റ് ഒക്കെ കൂടാറുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കാറുള്ളത്. കാരണം അത്യാവശ്യം പേടിയുള്ള കാര്യത്തിന് തന്നെ, പേടി അങ്ങനെ അല്ലെങ്കിൽ ഇത് നടക്കുമോ ഇല്ലയോ അങ്ങനെയുള്ള ടെൻഷനുള്ള ഒരു കാര്യത്തിന് തന്നെയാണ് ഇവർ ഇറങ്ങി പുറപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് പ്രയാസമുള്ള കാര്യം തന്നെയാണ് ഈ പ്രപ്പോസ് ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്രപ്പോസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് അട്രാക്ഷൻ ആണ്. അതായത് രണ്ടുപേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം തോന്നുക എന്നുള്ളത്. ഈ ഒരു ടൈമിൽ ഇവർ തമ്മിൽ ഡീപ്പർ കോൺവെർസേഷൻ ഒക്കെ നടത്താറുണ്ട്. സോ റിലേഷൻഷിപ്പ് കുറച്ച് ഡീപ്പായിട്ടുള്ള രീതിയിലേക്ക് പോവാം എന്നുള്ളതാണ്. നല്ല രീതിയിൽ പരസ്പരം കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്. ഇവരുടെ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. ഇവരുടെ പേഴ്സണൽ കാര്യങ്ങളും അല്ലെങ്കിൽ ഇവരുടെ ചുറ്റുമുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഇവർ ഈ ഒരു ടൈമിൽ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺവെർസേഷൻ നടത്തുന്നുള്ളത്, അതായത് കമ്മ്യൂണിക്കേഷൻ നടത്തും എന്നുള്ളതാണ്. സോ ഈ ടൈമിലുള്ള ഈ ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഇമോഷണൽ കണക്ഷൻ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആവുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ പ്രപ്പോസൽ കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടാവുക കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. അതായത് രണ്ടുപേരും ചിലപ്പോൾ നമ്പർ വാങ്ങിയിട്ടോ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടൊക്കെ മീറ്റ് ചെയ്തിട്ട് സംസാരിക്കാറാണ് പതിവുള്ളത്. അപ്പോൾ ആ ഒരു സ്റ്റേജ് ആണ് നമ്മുടെ മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്, അതായത് അട്രാക്ഷൻ സ്റ്റേജ്. ഇനി നാലാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇംപ്രഷൻ സ്റ്റേജ് ആണ്. ഈ ഒരു അട്രാക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആൺകുട്ടികൾ ശ്രമിക്കാറുള്ളത്
ഇംപ്രസ് ചെയ്യിപ്പിക്കാനാണ്. അപ്പൊ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇവർ മിക്ക ആൺകുട്ടികളും ചെയ്യുന്ന ഒരു കാര്യമാണ് ആ പെൺകുട്ടിയോട് ചെന്നിട്ട് ചിലപ്പോൾ ഭയങ്കര നല്ല രീതിയിൽ ചളിയൊക്കെ അടിക്കുന്നുണ്ടാവും. ആവശ്യമില്ലാണ്ട് കുറേ ചളികളൊക്കെ അടിക്കുന്നത് കാണാൻ പറ്റും, കുറെ ഗിഫ്റ്റുകൾ വാങ്ങിക്കൊടുക്കുന്നത് കാണാൻ പറ്റും. അതേപോലെ തന്നെയാണ് അവർക്ക് എന്തെങ്കിലും സഹായമൊക്കെ ആവശ്യമാണെങ്കിൽ ഇങ്ങനെ സഹായമൊക്കെ ചെയ്തു കൊടുക്കാൻ നോക്കുന്നുള്ളതാണ്. അപ്പൊ ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇംപ്രസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ആ പെൺകുട്ടി എങ്ങനെയെങ്കിലുമൊക്കെ എനിക്ക് കുറച്ചുകൂടെ ഒന്ന് ഇംപ്രസ് ചെയ്യിപ്പിച്ച് കൊണ്ടുവരണം, അവരുടെ സന്തോഷത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് കുറച്ച് ഹാൻഡിൽ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം അവരുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കിയിട്ട് അവരോട് പെരുമാറണം, അവരെ ചിരിപ്പിക്കാൻ ശ്രമിക്കണം എന്നൊക്കെ പറയുന്നത് കുറച്ച് പ്രയാസമാണ് മിക്ക ആൺകുട്ടികളുടെ കാര്യങ്ങളിൽ. അപ്പോൾ ഈ ഒരു 4ാമത്തെ സ്റ്റേജ് അല്ലെങ്കിൽ 4ാമതായിട്ട് ഇവർ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇംപ്രസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ഇനി 5ാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ 5ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇംപ്രസ് എല്ലാം ചെയ്യിപ്പിച്ചതിന് ശേഷം ആൺകുട്ടികൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ റിലേഷൻഷിപ്പ് എനിക്ക് ലോങ് ടേം ഉണ്ടാകുമോ, അതായത് കുറെ കാലത്തേക്ക് ദീർഘകാലത്തേക്ക് ഈ ഒരു ബന്ധം എൻ്റെ കൂടെ ഉണ്ടായിരിക്കുമോ എന്നുള്ളത് ഇവർ ചിന്തിക്കും എന്നുള്ളതാണ്. ഈ കുട്ടി ഓക്കെ ആകുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കും, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എൻ്റെ ഫ്യൂച്ചറിൽ എൻ്റെ കൂടെ ഉണ്ടായിരിക്കുമോ, ഇങ്ങനെയുള്ള ചിന്ത ഇവരുടെ മനസ്സിൽ വരും എന്നുള്ളതാണ്. സോ അവർ സ്വയം ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്ന ഒരു ടൈമാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി ചിന്തിക്കുന്ന ഒരു സമയമാണ് ഈ റിലേഷൻഷിപ്പ് വേണോ വേണ്ടയോ, അല്ലെങ്കിൽ എത്ര കാലം എൻ്റെ കൂടെ ഉണ്ടാകും എന്നുള്ളത്. ആ ഒരു ചിന്തയുടെ ടൈമാണ് ഈ ഒരു 5ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി 6ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ 5ാമത്തെ സ്റ്റേജിന്റെ ബാക്കിയാണ് എല്ലാവർക്കും അറിയാലോ. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്വയം ബോധ്യപ്പെടുത്തുകയാണ്. അതായത് അയാൾ ഓൾറെഡി ചിന്തിച്ചു കഴിഞ്ഞു ഈ കുട്ടി എനിക്ക് ഓക്കെ ആണോ അല്ലെങ്കിൽ ഇവളാണോ എനിക്ക് ഉണ്ടാവുക, ലോങ് ടേം റിലേഷൻഷിപ്പ് ആയിരിക്കും എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞതിന് ശേഷം ഇവർ സ്വയം ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്, അതെ ഈ പെൺകുട്ടി തന്നെയാണ് എനിക്കുള്ളത്, അല്ലെങ്കിൽ ഇവളുടെ കൂടെ തന്നെയാണ് എൻ്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് സ്വയം അവർ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അതായത് ഇയാൾ തന്നെയാണ് എൻ്റെ റിലേഷൻഷിപ്പിൽ ഉള്ളത് എന്ന് പറഞ്ഞിട്ട് സ്വയം അത് അംഗീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു സ്റ്റേജാണ് 6ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ ഒരു 5ന്റെയും 6ന്റെയും ഇടയിൽ വെച്ചിട്ട് പല റിലേഷൻഷിപ്പിലും ബ്രേക്കപ്പ് സംഭവിക്കാറുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ചിന്തിക്കുന്ന ആ ഒരു ടൈമിൽ, അതായത് ഇവർ വേണോ അല്ലെങ്കിൽ ഇവർ വേണ്ടേ, ഈ റിലേഷൻഷിപ്പ് എനിക്ക് ഓക്കെ ആവോ എന്നൊക്കെ ചിന്തിക്കുന്ന സമയത്ത് പലർക്കും അതിനോട് യോജിക്കാൻ പറ്റാതെ വരാറുണ്ട്. അതായത് ഈ ബന്ധം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ലതാവില്ല എനിക്കോ എൻ്റെ ഫാമിലിക്കോ, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഇത് വലിയ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധ്യതയില്ല എന്നൊരു ചിന്ത വരുന്ന സമയത്ത് അവിടെ ബ്രേക്കപ്പ് സംഭവിക്കാറുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഈ ഒരു ടൈമിൽ ബ്രേക്കപ്പ് സംഭവിക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള വിഷമങ്ങളൊക്കെ വരാറുണ്ട്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ കുറേ സ്റ്റേജസ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള അടുപ്പും കാര്യങ്ങളൊക്കെ ഇവർക്കിടയിൽ വന്നിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഏകദേശം മുഴുവനായിട്ടും ഇവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ബ്രേക്കപ്പ് സംഭവിക്കുമ്പോൾ ചിലപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് കുറച്ചുകൂടി വിഷമം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ മിക്ക എന്ന് പറയുന്നില്ല എങ്കിലും ചില റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് സംഭവിക്കാനുള്ള സാധ്യത കൂടി ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് സ്വയം ബോധ്യപ്പെടുത്തുകയാണ്. അതായത് എനിക്ക് ഇയാൾ തന്നെയാണോ വേണ്ടത് അല്ലെങ്കിൽ ഇയാൾ തന്നെയാണ് എനിക്ക് വേണ്ടതെന്ന് ഉറച്ച തീരുമാനം എടുക്കുന്നതാണ് നമ്മുടെ 6ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ 7ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് കമ്മിറ്റ്മെന്റ് ആണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇയാളാണ് എനിക്ക് വേണ്ടതെന്നെല്ലാം ഉറച്ച തീരുമാനങ്ങളെല്ലാം എടുത്ത ശേഷം പിന്നീട് അവർ യഥാർത്ഥമായിട്ടുള്ള പ്രണയത്തിലേക്ക് പോവുകയാണ് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു സ്റ്റേജിൽ നിന്ന് അങ്ങോട്ടാണ് ശരിക്കുമുള്ള പ്രണയം തുടങ്ങുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മിറ്റ്മെന്റ് ഉണ്ടാവും. അതായത് ഇയാൾ തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാവുക, അല്ലെങ്കിൽ ലൈഫ് ലോങ് ഇയാളാണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പൊ സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരുടെ മനസ്സിലൊരു കമ്മിറ്റ്മെന്റ് അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റ് ഉണ്ടായി വരികയാണ് എന്നുള്ളതാണ്. ഇനി ഇവരുടെ കൂടെ എനിക്ക് എപ്പോഴും ജീവിക്കണം എന്നുള്ള രീതിയിൽ ചിന്തകൾ വരികയാണ്. സോ അവിടെ നിന്ന് അങ്ങോട്ട് അവർ യഥാർത്ഥമായിട്ട് പ്രണയിക്കാൻ തുടങ്ങുമെന്ന് പറയാം. ഇപ്പൊ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ രണ്ടുപേരും ഒന്നായി മാറി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ ആ രീതിയിൽ ഇവരുടെ പ്രണയം വളരാൻ തുടങ്ങുന്ന ഒരു ടൈമാണ് ഈ ഒരു 7ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇവർ ശരിക്കും പ്രണയിച്ച് തുടങ്ങും, അതല്ലെങ്കിൽ ഇത് അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ മാറും എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു 7 സ്റ്റേജിലൂടെയാണ് ശരിക്കും ഒരു ആൺകുട്ടി പ്രണയത്തിലേക്ക് കടന്നു വരുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്നുള്ളതാണ്. ഈ ഒരു 7 സ്റ്റേജും കടന്നു വന്നതിന് ശേഷമാണ് ശരിക്കും ഇവർ പ്രണയത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ചിലപ്പോൾ ഏകദേശം ഇത് കാണുന്ന ആളുകൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒരു സ്റ്റേജിലായിരിക്കും. അപ്പൊ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഏത് സ്റ്റേജിലാണ്, ഇനി ഏതൊക്കെ സ്റ്റേജ് കിടക്കാനുണ്ട്, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒക്കെ പിടുത്തം കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ടായിരിക്കണം. അതേപോലെ നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. പിന്നെ ഈ ഒരു പ്രണയത്തിലേക്ക് പോകാനായിട്ട് നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും, അതായത് ഒരാളെ പ്രണയിച്ചാലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു വീഡിയോ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുത്തേക്കുക. എന്നിട്ട് ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്, ഇത്രയും സ്റ്റേജുകളൊക്കെ ഉണ്ട്, ഇതെല്ലാം കടന്നു പോയാൽ മാത്രമാണ് ശരിക്കും ആ റിലേഷൻഷിപ്പിൽ ഒരു പ്രണയം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ അല്ലെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ തന്നെ മതിയാവും. അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ബാക്കിയുള്ള വീഡിയോസൊക്കെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.